ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വേറെ നല്ല സുഹൃത്തുക്കളെ, എൻ്റെ വീട്ടിൽ പെറ്റ്സ് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ വീട്ടിൽ ഒറ്റ പെറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പം നിലവിൽ ഒരു പെറ്റേ ഉള്ളൂ കേട്ടോ. ആ പെറ്റ് ഏതാണെന്നും എങ്ങനെ കിട്ടി എന്നൊക്കെയുള്ള ഒരു ഹോൾ സ്റ്റോറി വീഡിയോ ആണ് സുഹൃത്തുക്കളെ. സോ എല്ലാവരും ഞാൻ വീട്ടിലോട്ട് സ്വാഗതം ചെയ്യാണ്. ഓക്കെ, പെറ്റ് ഏതാന്നൊക്കെ ഏകദേശം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ എല്ലാ വീഡിയോസിലും ഏകദേശം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. വേറെ ഒന്നുമല്ല, പുറത്തുള്ളവർ എന്നെ നോക്കിയതാണ് ഒരു കാര്യമാണ്. വേറെ ആരുമല്ല സുഹൃത്തുക്കളെ, നമ്മുടെ പെറ്റ് ഈ ഒരു കോഴിക്കുട്ടിയാണ്. ഒരു ഹലോ പറയ്, ഹലോ പറയ്, ഹലോ പറയടാ, ഒരു ഹലോ പറയ് പൊന്നാ. കോഴിയാണ് കേട്ടോ. ഞാൻ ഈ ഒരു പെറ്റിനെ എടുത്ത് വളർത്താൻ തുടങ്ങിയത് ഏകദേശം എൻ്റെ അമ്മമ്മ മരിച്ചിട്ട് ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവനെ ഇവളെ എടുത്ത് വളർത്താൻ തുടങ്ങി. സോറി. അപ്പം എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത്, അതായത് ഒട്ടും പ്രതീക്ഷിക്കാൻ നമ്മുടെ അമ്മാമ്മയുടെ മരണം ഒട്ടും പ്രതീക്ഷിക്കായിരുന്നു നമ്മുടെ അമ്മമ്മയുടെ മരണം. അമ്മമ്മയല്ല, സോറി, അച്ചമ്മയുടെ മരണം. അപ്പോൾ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അമ്മൂമ്മയ്ക്ക് ഒന്നാമത് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് കിടപ്പിലായിരുന്നു. അടുപ്പിച്ചൊരു 1 മന്തോളം കിടപ്പിലായിരുന്നു. റിക്കവർ ആവുന്നൊരു കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു ഒരു നിമിഷം വരെ, അല്ലെങ്കിൽ ഒരു സമയം വരെ ഹോപ്പ് ഉണ്ടായിരുന്നു. ബട്ട് ഹോപ്പൊക്കെ പോയി. അവസാനം ആകുമ്പോഴത്തേക്കും അമ്മൂമ്മയ്ക്ക് ഒട്ടും വയ്യാതായി. പിന്നെ നമ്മുടെ അമ്മൂമ്മ മരിച്ചു. ഓഗസ്റ്റ് 16-ാം തീയതിയാണ് മരിച്ചത്. ആ സമയത്ത് നമുക്ക് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനോ അതിനനുസരിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നില്ല നമുക്കപ്പോൾ. ആ സമയത്ത് വീട്ടിലും തിരക്കും വിരുന്നുകാർ, ഏകദേശം അമ്മൂമ്മ മരിച്ചു 1 മാസം അടുപ്പിച്ച് വീട്ടിലെ ആൾക്കാരുണ്ടായിരുന്നു. ഗസ്റ്റ്, അമ്മൂമ്മയുടെ സ്വന്തം അനിയൻ, അവരൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേര് അടുപ്പിച്ചുണ്ടായിരുന്നു. മരിച്ച സമയത്ത് എത്താൻ പറ്റാത്ത പല ആൾക്കാരും മരിച്ചു കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനോ അങ്ങനെയൊന്നും നമുക്ക് അടുത്തൊരാളിനെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ എൻ്റെ അമ്മൂമ്മയായിരുന്നു. ഞാൻ അമ്മൂമ്മ അടുത്താണ് എല്ലാ കാര്യങ്ങളും പറയാറ്. ഈ വീഡിയോ അമ്മൂമ്മ മേലിരുന്ന് കാണുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ഒന്നും മിണ്ടാതിരി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അമ്മൂമ്മ മരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു കോഴി ഉണ്ടായിരുന്നു, ഒരു ചാത്തൻകോഴി ഉണ്ടായിരുന്നു. ചാത്തൻകോഴി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ പെറ്റിനോടൊന്നും ഒരുപാട് താല്പര്യമുള്ളൊരു കൂട്ടത്തിലല്ല ഞാൻ ഭയങ്കര ലൈക്ക് എനിക്ക് കുറച്ചും കൂടെ യൂട്യൂബ് അങ്ങനത്തെ ഇതിനോടാണ് മിണ്ടാതിരി യൂട്യൂബ് അതിനോടൊക്കെയാണ് താല്പര്യം. എനിക്കങ്ങനെ പെറ്റ്സിനോടോ അങ്ങനെ കാര്യങ്ങളോടൊന്നും താല്പര്യമുള്ള ഒരാളേ അല്ല. ഈ നിമിഷം വരെ എനിക്ക് അതിനോട് താല്പര്യമുള്ള ആളല്ല. പക്ഷെ എനിക്ക് എന്തോ ഈ ഒരു കോഴി കിട്ടിയ സമയത്ത് ഒരു ഹായ് ബൈ, ഹലോ കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞു, ഞങ്ങൾ അത്ര മോശം സമയത്താണ് നമുക്ക് ഇവളെ കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത് ഇപ്പോൾ കോഴിയാണ് കേട്ടോ. കോഴി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതൊക്കെ ചിലവർക്ക് പ്രാന്താന്നൊക്കെ തോന്നും. കാരണം നിങ്ങളുടെ വീട്ടിൽ ഒരു പെറ്റ് ഉള്ളപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ വില അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ, നിങ്ങൾക്ക് അതിനെ കിട്ടുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവത്തുള്ളൂ. എനിക്കിപ്പോൾ അത് കിട്ടി, എനിക്ക് അതിൻ്റെ പ്രാധാന്യം ഇപ്പോൾ നല്ലോണം അറിയാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് എൻ്റെ കോഴി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ വീട്ടിലുള്ളവരാണെങ്കിലും എന്നെ കളിയാക്കാനുണ്ട്, കോഴിയെ എടുത്തിട്ട് കളിക്കാനൊന്നും പാടില്ല, അല്ലെങ്കിൽ അതിനെ ഒരുപാട് കെയർ ചെയ്യാൻ പാടില്ല, നമ്മളെ വിട്ട് പോകുമ്പോൾ അതിൻ്റെ സങ്കടം ഭയങ്കരമാണ് എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും അത് സത്യമാണ്. കോഴിയൊക്കെ നമ്മളെ വിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ വില മനസ്സിലാവും. ആക്ച്വലി പറഞ്ഞു വന്നത്, എൻ്റെ വീട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയില്ല, എന്നെക്കാട്ടിലും ശരിക്കും എൻ്റെ അമ്മയ്ക്കൊന്നും പെറ്റ് വാങ്ങിക്കുന്നതോ വളർത്തുന്നതോ ഒന്നും ഇഷ്ടമല്ല. അമ്മയ്ക്ക് വീട്ടിലൊരു പട്ടിയോ പൂച്ചയോ വന്നാൽ പോലും അമ്മ അത്രയും ടെററാവുന്നൊരു വ്യക്തിയാണ്. കോഴിയെ കൊണ്ടുവന്ന എൻ്റെ നിർബന്ധത്തിലാണ്. നമുക്ക് കിട്ടിയ സമയത്ത് 5 എണ്ണം ഉണ്ടായിരുന്നു. മരിച്ച് ലാസ്റ്റ് ഒന്നുണ്ടായിരുന്നതും നായി പിടിച്ചു. പിന്നെയും നമ്മൾ വാങ്ങിച്ചിട്ടതാണ്. സ്റ്റില്ലുണ്ട്. ഞങ്ങളതിനെ ഇപ്പോൾ മാക്സിമം കെയർ ചെയ്യുന്നുണ്ട്. മൊത്തം നിങ്ങൾ എൻ്റെ ഷോർട്സൊക്കെ കാണുന്നവരാണെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. ഷോർട്ട് വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഷോർട്സ് എന്ന് ഉദ്ദേശിച്ച ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പം അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പെറ്റിനെ കുറിച്ചും നമ്മുടെ കോഴിയെക്കുറിച്ചൊക്കെ ഞാൻ കുറേ വട്ടം ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ
എൻ്റെ അമ്മയ്ക്കൊന്നും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയും കോഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, കോഴി വൃത്തികേടാക്കും, ഇടമൊക്കെ നല്ല വൃത്തികേടാക്കും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. അല്ലെങ്കിൽ പക്ഷേ ഡെയിലി മുട്ടയിടും, അതമ്മയ്ക്ക് ഹാപ്പിയാണ്. മുട്ട കിട്ടുമ്പോൾ എന്തായാലും ഹാപ്പി ആയിരിക്കും. കടയിൽ പോയി വാങ്ങിക്കണം, നാടൻ മുട്ടയ്ക്ക് ഇപ്പോൾ നല്ല വിലയാണ്, അതുകൊണ്ട് തന്നെ അതൊരു ഇതാണ്. പക്ഷെ അമ്മയ്ക്ക് ഈ കോഴി ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ ഇഷ്ടമുണ്ട്. പക്ഷെ അതിനെ വൃത്തിയാക്കാനുള്ള മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പാടൊക്കെ കാരണം അമ്മ ഇടയ്ക്ക് ഒന്ന് ഇതാവാറുണ്ട് കേട്ടോ. പിന്നെ അമ്മയും അതിനോട് ഭയങ്കര സ്നേഹം. അമ്മ രാവിലെ കിച്ചണിലൊക്കെ കയറുന്ന സമയത്ത് അതിനെ തുറന്നു വിടുമ്പോഴത്തേക്ക് അത് അടുക്കളയിൽ വന്ന് നിൽക്കും. അത് പിന്നെ അറിയാം കേസ് അത് വീട്ടിലൊന്നും പിടിക്കത്തില്ല. അത് പുറത്ത് പോയിട്ട് അതിൻ്റെ ഇപ്പം എൻ്റെ അടുത്തുണ്ടായിരുന്നു കോഴി. ഇപ്പം കോഴി എൻ്റെ അടുത്തില്ല. കോഴി ഇപ്പം ഞാൻ ഇവിടെ പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഭയങ്കര കയറ് പൊട്ടിക്കലായിരുന്നു ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ ഇറക്കി വിട്ട ഉടനെ അവിടെ പിടുത്ത് കഴിച്ചു. ഇല്ലെങ്കിൽ ഇപ്പം എൻ്റെ ദേഹത്ത് പിടുത്തേനെ. അതാണ് ചില അനിമൽസിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ട്. അതിന് മനസ്സിലാവുക സമയമാകുമ്പോഴത്തേക്ക് പോറായി എന്ന് മനസ്സിലാവുമ്പോൾ അത് തന്നെ ഒരു അസ്വസ്ഥത കാണിക്കും. നമ്മളപ്പോൾ വിട്ടില്ലെങ്കിൽ നമ്മുടെ മേത്ത് തന്നെ പിടിക്കും. എനിക്കങ്ങനെ ഒരുപാട് പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ വിടാൻ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചത് ചുമ്മാ മേയാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എൻ്റെ കാലിൽ കൂടെ പെടുത്തുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വിടാറുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോൾ ഈ വീഡിയോ കുറച്ച് ബോറിംഗ് ആയിരിക്കും, കാരണം പലവർക്കും ഈ വീഡിയോയിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ വേണമെന്നായിരിക്കും ആഗ്രഹം. പക്ഷെ നമ്മൾ നമ്മുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയണമല്ലോ, അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഒരു പെറ്റിനെ കുറിച്ച് പറഞ്ഞത്. സോ ഈ വീഡിയോ എത്രയുള്ള സുഹൃത്തുക്കളെ. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ കോഴീൻ്റെ കുറച്ച് ക്യൂട്ട് ക്ലിപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും അത് കാണാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെയും